നമസ്കാരം. ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിനായി തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിച്ചു നൽകുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ പത്രപ്രസ്താവനയിൽ പറയുന്നുണ്ട്. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിന് ഉടൻ തന്നെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഉണ്ടാകും എന്നാണ് മുൻപ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാറും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നത്. 2014 ജമ്മു കാശ്മീരിൽ അവസാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് BJP-യുടെയും മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെയും PDP-യുടെയും നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാരായിരുന്നു അവിടെ അധികാരത്തിൽ വന്നത്. 2016 മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ മരണത്തോടുകൂടി മകൾ മെഹബൂബ മുഫ്തി ഈ സ്ഥാനത്തേക്ക് വരികയായിരുന്നു. 2019 സഖ്യ സർക്കാരിൽ നിന്നും BJP പിന്മാറുകയും തുടർന്ന് മെഹബൂബ മുഫ്തി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു. കശ്മീരിൽ ഗവർണർ ഭരണവും തുടർന്ന് 2019 വരെ രാഷ്ട്രപതി ഭരണവുമായിരുന്നു. 2019 ഓഗസ്റ്റ് 5 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത്. അതോടുകൂടി ലഡാക്ക്, അതിനോടൊപ്പം ജമ്മു കാശ്മീർ എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി ഇത് മാറുകയും ചെയ്തിരുന്നു. ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ള വളരെ കാലം നീണ്ടുനിന്ന ആവശ്യം ഒടുവിൽ സാക്ഷാത്കരിക്കപ്പെടാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ തീയതി സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്ന പ്രാഥമിക നടപടികളിലേക്ക് മാത്രമാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.